നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ പ്രതീകമായ ഈ വിഷുക്കാലത്ത് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് മകരരാശിയിൽ വരുന്ന തിരുവോണം നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുഫലമാണ്. ചന്ദ്രൻ്റെ കുളിർമയൊക്കെയുള്ള തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വലിയൊരു ആശ്വാസത്തിൻ്റേതാണ്. ശനി ഇപ്പോൾ നിങ്ങളുടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത്? സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാകുമോ? കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തുമൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി പറയുന്നുണ്ട്. കൂടാതെ എന്തൊക്കെ ലളിതമായ പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്താൽ ഭാഗ്യമൊക്കെ വർദ്ധിപ്പിക്കാമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങളുടെ തൊഴിൽ സ്ഥിതി എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുക്കാലം എന്ന് പറയുന്നത് കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും വലിയ കുതിച്ചുചാട്ടങ്ങൾക്കും ഒപ്പം ചില മുൻകരുതലുകൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലമാണ്. നല്ല രീതിയിലുള്ള തൊഴിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വർഷങ്ങളായിട്ടൊക്കെ മുടങ്ങിപ്പോയ പ്രൊജക്റ്റുകളൊക്കെ പൂർത്തിയാക്കാനും നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തെ മേലധികാരികളുടെയൊക്കെ പ്രശംസയൊക്കെ പിടിച്ചു പറ്റാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജോലിയിൽ വലിയൊരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായ കാലമാണ്. അതുപോലെ പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും ധാരാളം അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്കും നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വർഷം മികച്ചതാണ്. ബിസിനസ്സിൽ നല്ല വളർച്ചയും ലാഭവും ഒക്കെ ലഭിക്കുന്നതാണ്. കൺസ്ട്രക്ഷൻ മേഖല, അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖല, IT മേഖല എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. സാമ്പത്തികമായിട്ട് ഈ വർഷം നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട ഫലങ്ങളാണ് കാണുന്നത്. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകുന്നതാണ്. അതുപോലെ നിങ്ങൾ പഴയ നിക്ഷേപങ്ങളൊക്കെ നടത്തിയതിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബ സ്വത്തിൽ നിന്നോ ഒക്കെയുള്ള വരുമാനം ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ പുതിയ ലോണൊക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും ലോണിനൊക്കെ വേണ്ടി ജാമ്യം നിൽക്കുമ്പോഴോ ഒക്കെ നല്ലൊരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സാമ്പത്തികമായിട്ട് വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ രേഖകളൊക്കെ കൃത്യമായി പരിശോധിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾക്കൊരു ദൃഢതയുണ്ടാകും. എന്നാൽ സഹപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ ഒരു പക്വത പാലിക്കേണ്ടതാണ്. അതുപോലെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തിക ഭദ്രതയും ഔദ്യോഗിക അംഗീകാരവും ഒക്കെ ഈ വിഷുവർഷം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വിഷുക്കാലം കുടുംബജീവിതത്തിൽ വലിയ സന്തോഷങ്ങളും ചില പ്രധാന തീരുമാനങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു കാലമാണ്. ചന്ദ്രൻ്റെ നക്ഷത്രമായതിനാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ബന്ധുക്കളുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഒരു ഐക്യമൊക്കെ ഉണ്ടാകുന്നതാണ്. കുടുംബാംഗങ്ങൾക്കിടയിലെ സ്നേഹവും വിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നതുമാണ്. അതുപോലെ പിതാവുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നല്ലൊരു ബന്ധമൊക്കെ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതേസമയം ഈ സമയത്ത് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നൽകേണ്ട സമയം കൂടിയാണ്. വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വർഷം ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ ഒരു മാറ്റത്തോടെ അനുകൂലമായ ആലോചനകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വ്യാഴം 6-ാം ഭാവത്തിലാണ്. ജൂണിൽ വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറും. അത് വിവാഹ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. തടസ്സപ്പെട്ട് ഒക്കെ കിടന്നിരുന്ന വിവാഹ ആലോചനകളൊക്കെ പെട്ടെന്ന് സഫലമാകുന്നതാണ്. പ്രണയ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് അവരുടെ വീട്ടുകാരുടെയൊക്കെ സമ്മതത്തോടെ ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാനും സാധിക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്കായിട്ടൊക്കെ കാത്തിരുന്ന ദമ്പതികൾക്കും ഈ വിഷുക്കാലം ഒരു ശുഭവാർത്തയൊക്കെ നൽകുന്നതാണ്.
ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ധാരാളം തിരക്കുകളൊക്കെ ഉണ്ടായിരിക്കും. ആ തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തോടൊന്നിച്ച് ചെറിയ യാത്രകളൊക്കെ നടത്തുക. അതുപോലെ ഒത്തുചേരലുകളൊക്കെ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്കും അതുപോലെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം മികച്ച അവസരങ്ങളൊക്കെ നൽകുന്നതാണ്. പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയും അതുപോലെ താല്പര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിദേശത്തോ അല്ലെങ്കിൽ ദൂരദേശത്തോ ഒക്കെ പഠനത്തിന് ഇപ്പോൾ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വഴിത്തിരിവുകൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഗവേഷണമൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ സാങ്കേതിക വിദ്യയൊക്കെ അഭ്യസിക്കുന്നവർക്കും ഈ സമയം നല്ല സമയമാണ്. ഇനി പ്രധാന കാര്യം നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ വർഷം ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും വ്യാഴം ഇപ്പോൾ 6-ൽ നിൽക്കുന്നതിനാൽ ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. അത് വരാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായ ഭക്ഷണക്രമമൊക്കെ പാലിക്കുക. അതുപോലെ യാത്രകളിലൊക്കെ പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി മനസ്സിനെയൊക്കെ ഒരു ശാന്തമാക്കാൻ സംഗീതം ശ്രവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകമൊക്കെ വായിക്കുകയോ അല്ലെങ്കിൽ ലളിതമായ ധ്യാനമൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ശീലമാക്കുക. രാത്രി കാലങ്ങളിൽ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ അല്പം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ മാറി കൂടുതൽ ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. അതിനാൽ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നതാണ്. ഇപ്പോൾ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ ദോഷം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ്. ചന്ദ്രൻ്റെ നക്ഷത്രമായതിനാൽ തിങ്കളാഴ്ചകളിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും ലളിത സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് മാനസികമായ ഒരു സമാധാനത്തിനും കുടുംബസുഖത്തിനും നല്ലതാണ്. രാഹു 2-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ നാഗദൈവങ്ങൾക്ക് 100 പാലും നൽകുകയോ സർപ്പസൂക്തം ജപിക്കുകയോ ചെയ്യുന്നത് സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ നിറയ്ക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.